ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ താനും ഉത്തരവാദിയായി മാറിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ കാർത്തിക സത്യങ്ങൾ ശാലിനിയോട് തുറന്നു പറയാൻ തയ്യാറാകുന്നു. ശാലിനിയുടെ കയ്യിൽ സത്യം ചെയ്തു കൊടുത്ത് തന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തന്നെ താൻ പറയാമെന്ന് കാർത്തിക സമ്മതിക്കുമ്പോ ആ വാക്കുകൾ കേട്ടു നിന്ന ശാലിനി തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും തന്നോട് തുറന്നു പറയണമെന്ന് കാർത്തികയും ആവശ്യപ്പെടുന്നു. അവസാനം അവർ പരസ്പരം രണ്ടുപേരും കൈകൊടുത്ത് സത്യം ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവിടേക്ക് കൃത്യസമയത്ത് തന്നെ ജയശങ്കർ എത്തിച്ചേരുന്നത്. ശാലിനിയും അവിടെ നിൽക്കുന്ന കാർത്തികയും കൂടി സംസാരിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടതോടെ ജയശങ്കർ ബഹളം വെച്ചുകൊണ്ട് അവിടേക്ക് എത്തി. കാർത്തിക എന്ന് വിളിച്ച് ജയശങ്കർ അരികിലേക്ക് എത്തുന്നതും കാർത്തിക അപ്രതീക്ഷിതമായി ജയശങ്കർ തന്നെ ഉന്നം വെച്ച് വരുന്നതാണെന്ന് മനസ്സിലാക്കിയതോടെ വേഗം തന്നെ ജയശങ്കറിന്റെ കണ്ണിൽ പെടാതിരിക്കാനായി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. കാർത്തിക തന്നോട് സംസാരിക്കാൻ തയ്യാറായിട്ടും പെട്ടെന്ന് അവിടെ നിന്ന് പോയത് എന്ത് കാരണത്താലാണ് എന്ന് അറിയാതെ ആശങ്കപ്പെട്ടങ്ങനെ ശാലിനി നിൽക്കുമ്പോ ശാലിനിയെ ആ നിമിഷം ഓഫീസിൽ നിന്ന് ഒരു ഫോൺ വരികയും ആ കോൾ എടുത്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന നേരത്ത് ശാലിനി തന്റെ അരികിൽ നിന്ന് കാർത്തികയെ ശ്രദ്ധിക്കാതെ പോയി. കാർത്തികയോട് സംസാരിക്കാനായി പിന്തിരിഞ്ഞു നോക്കിയ ശാലിനി തന്റെ മുന്നിൽ ഇത്രയും നേരം സംസാരിക്കാൻ തയ്യാറായി നിന്ന കാർത്തികയെ കാണാതായതോടെ ആകെ സംശയത്തിലാകുന്നു. ഇങ്ങനെ ഒരു പ്രവൃത്തി എന്തുകൊണ്ട് കാർത്തിക ചെയ്തുവെന്നും തന്റെ അരികിൽ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ തയ്യാറായിട്ടും കാർത്തിക അത് അനുവദിക്കാതെ പോയത് എന്തുകൊണ്ടാണ്, എന്തോ ഇതിന് പിന്നിലുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കി സംശയത്തോടെ ശാലിനി അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് ഒന്ന് രണ്ട് ചെറുപ്പക്കാരോട് കാർത്തികയുടെ ഫോട്ടോ കാണിച്ച് ഈ പെൺകുട്ടിയെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ജയശങ്കർ വന്നത്. ജയശങ്കർ അവരോടെല്ലാം ചോദിച്ചതിന് ശേഷം അവിടെ നിന്ന് ശാലിനി കരികിലേക്ക് എത്തി. മേഡത്തിന് ഈ പെൺകുട്ടി എവിടെയെങ്കിലും വെച്ച് കണ്ട് പരിചയമുണ്ടോ എന്ന് ചോദിച്ച് തന്റെ മൊബൈൽ ഫോൺ കാണിക്കുന്ന ആ നിമിഷത്തിൽ ജയശങ്കറിന്റെ മൊബൈലിന്റെ ചാർജ് തീരുന്നു. ശാലിനിയുടെ നേരെ ആ ഫോട്ടോ കാണിക്കുന്ന നിമിഷം ജയശങ്കറിന്റെ മൊബൈൽ ഫോണിലെ ചാർജ് തീർന്നതോടെ ശാലിനി ആ ഫോട്ടോ കാണാതെ പോകുന്നു. അവസാനം ജയശങ്കർ അവിടെ നിന്ന് പോയി മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയാതെ തന്റെ ഫോൺ എത്രയും വേഗം ചാർജ് ചെയ്യുക എന്ന ഒരു ലക്ഷ്യവുമായിട്ട് ജയശങ്കർ മുന്നോട്ട് നീക്കുമ്പോൾ ശാലിനിയുടെ മനസ്സിനെ അലട്ടിയത് എന്തുകൊണ്ട് കാർത്തിക തന്നോട് സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല, എങ്ങോട്ടായിരിക്കാം കാർത്തിക പോയിട്ടുണ്ടാവുക. താൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആ മറുപടി നൽകാൻ തയ്യാറായിട്ട് അവസാനം അത് പൂർത്തിയാക്കാതെ എവിടേക്ക് പോയി ശാലിനി, എവിടേക്കാണ് തന്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു പോയത് എന്നൊക്കെ ആലോചിച്ച് സംശയത്തോടെ നിൽക്കുകയാണ് ശാലിനി. അതിനുശേഷം ശാലിനി നേരെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. ഈ സമയത്ത് ശാലിനി വീട്ടിലേക്ക് പോയി കഴിയുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് കാർത്തികയുടെ ഫോണിലേക്ക് മധുശ്രീയെ വിളിക്കണം. കാർത്തിക ആ കോൾ എടുത്തതും മധുശ്രീ പറഞ്ഞു, അതെ, ഞാനിപ്പോ കാർത്തികയെ വിളിച്ചത് എന്തിനാണെന്ന് അറിയാവോ, ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ കാർത്തിക പറഞ്ഞു, അല്ല, നിങ്ങൾ ആരാ, എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് കാർത്തികയോട് മധുശ്രീ പറഞ്ഞത്, നമ്മൾ ഇന്ന് രാവിലെ പരസ്പരം പരിചയപ്പെടുകയും ചെയ്തിരുന്നു. ഓർമ്മയിലെ സത്യാമ്മയുടെ വീട്ടിൽ വെച്ച് രാവിലെ അപ്രതീക്ഷിതമായ ഒരു പെൺകുട്ടിയെ കണ്ടത്. വിഷ്ണു വിവാഹം കഴിക്കാനിരുന്ന മണ്ഡപത്തിൽ ആ വിഷ്ണുവിന് വേണ്ടി കാത്തിരുന്ന പെണ്ണിനെ കുറിച്ച് സത്യാമ്മ പറഞ്ഞില്ലേ, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിരുന്നോ മധുശ്രീ, ഓർമ്മയില്ലേ എന്ന് ചോദിച്ചിട്ടും ഓ മധുശ്രീ, എന്താ ഇപ്പൊ വിളിച്ചത് എന്ന് വളരെ ഗൗരവത്തോടെ കാർത്തിക അന്വേഷിച്ചു. അപ്പോഴേക്കും മധുശ്രീ കാർത്തികയോട് പറഞ്ഞു, അതെ, ഞാനിപ്പോ വിളിച്ചത് വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് മടങ്ങി പോന്നപ്പോ എനിക്ക് കാർത്തിക പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് വല്ലാതെ വിഷമം തോന്നി. കാർത്തിക ഒരു അനാഥ പെൺകുട്ടിയാണെന്നും അച്ഛനും അമ്മയും ഒന്നും ഇല്ലാതെ അനാഥാലയത്തിൽ വളർന്നതാണ്, ആശ്രമത്തിൽ വളർന്നതാണ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതെല്ലാം കേട്ടപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അതുകൊണ്ട് ഞാൻ കാർത്തികയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യണമെന്ന് കരുതിയതാണ്. കാർത്തികയ്ക്ക് എന്റെ ഒരു സഹോദരി തുല്യായി കാർത്തികയെ കാണാനൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെയെല്ലാം ചിന്തിച്ച് കാർത്തികയെ ഒന്ന് കാണാമെന്നോർത്ത് അവിടേക്ക് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു ചെറുപ്പക്കാരൻ എന്റെ കാറിന് കുറുകെ വന്ന് ചാടിയത്. കാറ് അയാളെ തട്ടാതെ അയാൾ കഷ്ടി രക്ഷപ്പെട്ടു. പിന്നീട് അയാൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്നറിയാനായി ഞാൻ ഇറങ്ങിച്ചെന്ന് നോക്കി. അപ്പൊ ആ ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. അയാളെ വഴിയിൽ വെച്ച് പരിചയപ്പെട്ടതുകൊണ്ട് അയാളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോഴയാൾ പറഞ്ഞത് അയാളുടെ ഭാവിയിൽ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചു പോയ കാര്യത്തെക്കുറിച്ച്. അയാളെ വിവാഹ മണ്ഡപത്തിൽ വെച്ച് അല്ലെങ്കിൽ വിവാഹ നിശ്ചയ സ്ഥലത്ത് വെച്ച് അയാളെയും അയാളുടെ കുടുംബക്കാരെയും ഒക്കെ വിഡ്ഢികളാക്കി മാറ്റിയിട്ട് അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയുടെ കുടുംബക്കാരെയും വിഡ്ഢികളാക്കി
അയാളുടെയുമായിട്ടുള്ള വിവാഹ നിശ്ചയം മുടക്കി അവിടെ നിന്ന് ആ പെൺകുട്ടി ഒളിച്ചോടിപ്പോയെന്ന്. അവളെ അന്വേഷിച്ചാണ് അയാൾ ഇറങ്ങിയത്. അയാൾ അതോടൊപ്പം തന്നെ ഒരു ഫോട്ടോയും എന്നെ കാണിച്ചു. അയാൾ അന്വേഷിക്കുന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോ. ഞാൻ ആ ഫോട്ടോ കാണുകയും ചെയ്തു. പക്ഷെ അതിൽ എനിക്ക് അതിശയം എന്തെന്ന് വെച്ചാൽ അയാൾ കാണിച്ച ആ ഫോട്ടോ നോക്കിയപ്പോ എനിക്ക് തോന്നിയത് അത് കാർത്തികയുമായി സാമ്യമുണ്ടോ എന്നതായിരുന്നു. അത് മാത്രമല്ല, എന്റെ മുന്നിൽ വന്ന ആ ചെറുപ്പക്കാരന്റെ പേരെന്തെന്നറിയാമോ? ജയശങ്കർ. ജയശങ്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ് ഞാൻ ഇന്ന് കണ്ടുമുട്ടിയത് എന്ന് മധുശ്രീ പറഞ്ഞതും ആ പെൺകുട്ടിയെ കാർത്തികയുടെ മുഖഛായ ഉള്ള പോലെ എനിക്ക് തോന്നിയെന്നും പറഞ്ഞതോടെ കാർത്തിക ആകെ ടെൻഷനിലായി. തന്റെ കള്ളക്കളികളിലേക്ക് എല്ലാം മധുശ്രീ മനസ്സിലാക്കിയെന്ന ടെൻഷനിൽ അങ്ങനെ കാർത്തിക നിന്നു. അപ്പോഴേക്കും മധുശ്രീ ചോദിച്ചു, അല്ല കാർത്തികേ, ഈ കാർത്തിക തന്നെയാണോ ആ ജയശങ്കർ അന്വേഷിച്ച് നടക്കുന്നത് എന്നായിരുന്നു എന്റെ സംശയം. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം ചോദിക്കാനാണ് കാർത്തിക ഇപ്പൊ വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ ജയശങ്കർ എന്റെ കയ്യിൽ നമ്പർ തന്നിട്ടുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞാൽ മതിയല്ലോ, അയാൾ നേരിട്ട് തന്റെ അരികിൽ വന്നോളും. പക്ഷെ എനിക്ക് വീണ്ടും സംശയം തോന്നി. കാരണം താനൊരു ആശ്രമത്തിലാ വളർന്നതെന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ അവിടെ വളർന്ന പെൺകുട്ടിയെ ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാൻ വരുമ്പോ അങ്ങനെ ഒരു കാരണവശാലും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെ മാത്രവുമല്ല, ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ആ ചെറുപ്പക്കാരനെ ജയശങ്കരനെ വിവാഹം ആലോചിച്ച പെൺകുട്ടി വലിയൊരു തറവാട്ടിൽ ജനിച്ചതാണെന്നാണ്. കുടുംബ പാരമ്പര്യമുള്ള വലിയൊരു തറവാട്ടിലെ പെൺകുട്ടിയാണെന്ന്. അപ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോ കാർത്തിക പറഞ്ഞത് കാർത്തിക ഒരു അനാഥയാണെന്നല്ലേ. അപ്പോ ഈ കാർത്തിക വഴിയില്ല അല്ലെ എന്നൊക്കെ ചോദിച്ചതും മത്സരിയുടെ കാർത്തിക ചോദിച്ചു, ഇപ്പോ നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നെ ദേവിയത് അയാളെ കാണിച്ചു കൊടുക്കരുത്. അയാളുടെ ഫോണിലേക്ക് വിളിച്ച് ഞാനിവിടെ ഉണ്ടെന്നുള്ള വിവരം നിങ്ങൾ പറയരുത് എന്ന് മധുശ്രീയോട് കാർത്തിക ആവശ്യപ്പെട്ടു. അത് കേട്ടതും മധുശ്രീ പറഞ്ഞു, ശരി, നീ പറയുന്ന കാര്യം ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾക്ക് നീ മറുപടി നൽകണം. എന്റെ ചില സംശയങ്ങൾക്ക് നീ മറുപടി നൽകിയേ തീരൂ. എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം. അപ്പോ എന്റെ സംശയങ്ങളും തീരും. യഥാർത്ഥത്തിൽ ചില കാര്യങ്ങൾക്ക് വ്യക്തതയും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ സത്യാമ്മയുടെ വീട്ടിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടതും ആകെ ടെൻഷനോടെ കാർത്തിക പറഞ്ഞു, ശരി, ഞാനിപ്പോ ക്ഷേത്രത്തിലാണ്, ഉടനെ തന്നെ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് കാർത്തികയും അവിടുന്ന് ഇറങ്ങുന്നു. എന്തായിരിക്കാം ഇനി മധുശ്രീ തന്നെ നേരെ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ എല്ലാം ആലോചിച്ച് അതിനെന്ത് മറുപടി പറയുമെന്ന ആശങ്കയിലായിരുന്നു കാർത്തികയുടെ മനസ്സാകെ. പിന്നീട് മധുശ്രീ കൃത്യമായി തന്നെ സത്യാമ്മയുടെ വീട്ടിലേക്ക് എത്തുകയും മധുശ്രീയെ കാണുവാനായി കാർത്തികയുടെ റൂമിലേക്ക് മധുശ്രീ എത്തുന്നു. കാർത്തിക ആകെ ടെൻഷൻ അടിച്ചങ്ങനെ നിൽക്കുമ്പോ മധുശ്രീ വന്ന് ചോദിച്ചു, അതെ, ഞാൻ തന്നെ വിളിച്ചിരുന്നോ? ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്നാ എനിക്ക് ചില ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി കിട്ടണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുകയും വേണം. അത് കേട്ടതും കാർത്തിക സംശയത്തോടെ മധുശ്രീയെ നോക്കി. അപ്പോഴേക്കും മധുശ്രീ പറഞ്ഞു, അതെ, ഇപ്പോ നീ ഇവിടെ വന്നിരിക്കുന്നത് വിഷ്ണുവിന്റെ ഭാര്യയായിട്ടല്ല എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായി കഴിഞ്ഞു. വിഷ്ണുവുമായിട്ട് നിനക്ക് ബന്ധമുണ്ടായിരുന്നോ? വിഷ്ണുവിനെ നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നീ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ചിലതൊക്കെ കളവാണ്. വിഷ്ണുവിനെ നീ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. പക്ഷേ എങ്കിൽ നീ ഒരു അനാഥാലയത്തിലാണ് വളർന്നത്, ഒരു ആശ്രമത്തിലാണ് വളർന്നത് എന്നത് കളവാണ്. നിനക്ക് അച്ഛനും അമ്മയും ഇല്ല എന്ന് പറഞ്ഞതും ബന്ധുക്കളാരും ഇല്ല എന്ന് പറഞ്ഞതും കളവാണ്. അങ്ങനെ ഒരു നുണക്കഥ പറഞ്ഞ് ഇവിടെ സത്യഭാമയുടെ മരുമകളായി ജീവിക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു നിമിഷം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സത്യാമ്മയോട് വെളിപ്പെടുത്തിയാൽ, അതോടൊപ്പം തന്നെ ആ ജയശങ്കർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയാൽ നിന്റെ എല്ലാ കള്ളത്തരങ്ങളും അവൻ തന്നെ ഇവിടെ വന്ന് എല്ലാവർക്കും മുന്നിൽ തുറന്നു പറയും. അതോടെ നിന്റെ ഇവിടെയുള്ള നാടകം അവസാനിക്കും. പിന്നെ സത്യാമ്മ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചതും അതെല്ലാം ആലോചിച്ച് വല്ലാത്ത ആശങ്കയിലായി കാർത്തിക ഭയത്തോടെ മധുശ്രീയോട് പറഞ്ഞു, ദേവിയത് നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്, ദേവിയത് എന്നെ ചതിക്കരുത് എന്ന് പറഞ്ഞപ്പോ മധുശ്രീ പറഞ്ഞു, അത് ശരി, ഞാൻ നിന്നെ ചതിക്കുകയാണ് അല്ലെ? എന്നാ ശരി, നീ എന്നോട് സത്യം തുറന്നു പറ. നീയും വിഷ്ണുവും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചത് എവിടെ വെച്ചാണ്? എന്തിനാണ് നീ ഇവിടേക്ക് വന്നത്? ഇത്രയും കാര്യങ്ങൾക്ക് എനിക്ക് വ്യക്തമായ മറുപടി കിട്ടണം. അത് കേട്ടതും കാർത്തിക പറഞ്ഞു, ഞാൻ നിവൃത്തി കേടുകൊണ്ട് അവിടുന്ന് ഓടിപ്പോന്നതാണ്. വിഷ്ണുവേട്ടനുമായിട്ടുള്ള ബന്ധം അത് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നോ? വിഷ്ണുവേട്ടന്റെ ഭാര്യയായി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നതും. എന്നാൽ എന്റെ വീട്ടുകാരെ അന്വേഷിച്ചു പോയാൽ അവര് ഈ ബന്ധത്തിന് ഒരിക്കലും അനുകൂലിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ആശ്രമത്തിലാണ് വളർന്നതെന്ന് കളവ് പറഞ്ഞത് എന്ന് തൽക്കാലം പൂർണ്ണമായും കാര്യങ്ങളൊന്നും തുറന്നു പറയാതെ എന്നാൽ തനിക്ക് ദോഷമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിച്ച് കാർത്തിക മധുശ്രീയോട് പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം മധുശ്രീ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നീ എന്തായാലും വിഷ്ണുവിന്റെ ഭാര്യയായിട്ട് ഇവിടേക്ക് വന്നല്ലോ.
ഇവിടെ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടാനുണ്ട്. ആ ശാലിനിയെ അവൾ ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് മടങ്ങി വരാൻ പാടില്ല, അതുപോലെ ആക്കി മാറ്റണം. അതോടൊപ്പം തന്നെ അവളുടെ അനുജത്തി ഉണ്ടല്ലോ, ശ്യാമി എന്ന് പറയുന്നവൾ, അവളെയും ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം. എന്താ അതിന് പറ്റുമോ നിനക്ക്? അതിന് നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ കഴിയുമോ? അത് കേട്ടതും അല്പനേരത്തേക്ക് കാർത്തിക ആകെ ഭയത്തോടെ നിന്നും. താൻ അതൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നതായിരുന്നു കാർത്തികയുടെ ആലോചന. താൻ അതിനോട് എതിർപ്പ് പറഞ്ഞാലോ എന്നാലോചിച്ച് അങ്ങനെ നിന്നപ്പോ മധുശ്രീ പറഞ്ഞു, അതെ, നീ വേണമെങ്കിൽ എനിക്കൊപ്പം നിൽക്കില്ല എന്നും എന്നെ സഹായിക്കില്ലെന്നും നിനക്ക് പറയാം, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ അങ്ങനെ നീ എന്നോട് എന്റെ കൂടെ ചേരില്ലെന്നും എന്നെ സഹായിക്കില്ല എന്നും പറയുന്നതോടൊപ്പം നിന്റെ ജീവിതം തകരാൻ പോകുന്നതിനെ കുറിച്ചും നീ ഒന്ന് ആലോചിച്ചോ, അതിനുശേഷം മാത്രം നീ മറുപടി നൽകിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ആകെ ടെൻഷനിലായി കാർത്തിക. തൽക്കാലം നിവൃത്തികേടിന് ഇവൾ പറയുന്നതിന് സമ്മതം മൂളാതല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കാർത്തിക അവസാനം മനസ്സോടെ മധുശ്രീ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് സമ്മതിച്ചു. അത് കേട്ടതോടെ മധുശ്രീ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോ ഈ വിവരങ്ങളൊന്നും ആരോടും പറയുന്നില്ല. പക്ഷെ നീ ഓർത്തോ, എന്നെ മറികടന്ന് എന്നെ നീ കബളിപ്പിക്കാമെന്നെങ്ങാനും കരുതിയാണെങ്കിൽ നിന്നെ ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയാം, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് മധുശ്രീ അവിടെ നിന്ന് ഇറങ്ങി. കാർത്തിക ആകെ ടെൻഷനോടെ നിന്നു. ഈ സമയത്ത് പുറത്തു പോയ വിഷ്ണു മടങ്ങിയെത്താത്ത അവസ്ഥയിൽ വിഷ്ണുവും കാർത്തികയും റൂമിൽ തന്നെ ഉണ്ടോ എന്ന് അറിയുവാനായി അവിടേക്ക് സത്യാമ്മ എത്തി. സത്യാമ്മ അവിടേക്ക് വരുമ്പോ അവിടെ വിഷ്ണുവിനെ കാണാതായതോടെ സത്യഭാമ കാർത്തികയോട് ചോദിച്ചു, അല്ല മോളെ, വിഷ്ണു ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചിട്ടും കാർത്തിക പറഞ്ഞു, ഇല്ല, ഇവിടെ വിഷ്ണുവിനില്ല, വിഷ്ണുവിനെ പുറത്തു പോയിരിക്കുക സത്യാമ്മേ എന്ന് പറഞ്ഞതും ഈ സമയത്തോ എന്ന് സത്യഭാമ സംശയത്തോട് ചോദിച്ചു. ഈ സമയത്ത് അത് അറിയില്ല, എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞതും, അല്ല, നിങ്ങൾ തമ്മിൽ അപ്പൊ ഈ റൂമിലല്ലേ നിങ്ങൾ കിടക്കുന്നത് എന്ന് ചോദിച്ചതും കാർത്തിക പറഞ്ഞു, വിഷ്ണുവേട്ടൻ ഒന്നും മിണ്ടാതെ പോയതാണ്, ഞാൻ വിഷ്ണുവേട്ടനോട് കൂടുതലൊന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, അത് ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെയുള്ള വിഷ്ണുവിന്റെ ഈ പോക്ക് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ തമ്മിൽ ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടുകൂടി കഴിയണം. അതിനു മുമ്പ് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ശാന്തി മുഹൂർത്തത്തിന് ആ മുഹൂർത്തം ജോത്സ്യനെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്നിച്ച് കഴിയാമല്ലോ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ സത്യഭാമ ജോത്സ്യന്റെ ഫോണിലേക്ക് വിളിച്ചു. ആ സമയത്ത് വിഷ്ണു അവിടേക്ക് എത്തി. വിഷ്ണു വീട്ടിലേക്ക് കയറി വന്നതും സത്യഭാമ കാണാതെ പതുക്കെ റൂമിനരികിലേക്ക് എത്തിയ സമയത്ത് സത്യഭാമ ആ റൂമിന്റെ തൊട്ട് അരികിലായി മറഞ്ഞു നിന്ന് വേഗം ലൈറ്റ് ഇട്ടു. വിഷ്ണു റൂമിലേക്ക് കയറാൻ തുടങ്ങിയ നേരത്ത് ലൈറ്റ് കണ്ടതും ഞെട്ടലോടെ വിഷ്ണു നോക്കുമ്പോൾ തന്റെ മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന സത്യഭാമയെ കണ്ടു. വിഷ്ണു ആകെ വിഷമത്തോടെ സത്യഭാമയെ നോക്കിയതും അരികിലേക്ക് എത്തിയ വിഷ്ണുവിനോട് സത്യഭാമ ചോദിച്ചു, വിഷ്ണു, സമയം എത്രയെന്ന് നിനക്കറിയാവോ? നീ ഇത് എവിടെ പോയതാണ്? ഈ നിൽക്കുന്ന പെൺകുട്ടി നിന്റെ ആരാണ്? നീയല്ലേ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ഞെട്ടലോടെ കാർത്തികയെ നോക്കി. കാർത്തിക സത്യം പറയാൻ വിഷ്ണുവേട്ടൻ തയ്യാറാണെന്ന് മനസ്സിലാക്കിയതോടെ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി ഒരിക്കലും പാടില്ല എന്ന് തലകുലുക്കി. വിഷ്ണു ഈ സമയം ശാലിനിയുടെ അരികിൽ പോയി അവിടെ ദേവനുമായി ശാലിനി സംസാരിക്കുന്നതെല്ലാം കേട്ട് യഥാർത്ഥത്തിൽ സത്യ വിഷ്ണുവിന്റെ മകളാണെന്നുള്ള സത്യവും അതോടൊപ്പം തന്നെ ശാലിനിയുടെ നിസ്സഹായ അവസ്ഥ അതെല്ലാവർക്കും മുന്നിൽ ശാലിനിയുടെ നിരപരാധിത്വം കൂടി തെളിയിക്കുന്നതിന് എന്താണ് പോംവഴി എന്നതിനെ കുറിച്ചുമൊക്കെ ആലോചിച്ച് വീട്ടിലേക്ക് മടങ്ങി എത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു ചോദ്യം സത്യാമ്മയുടെ ഭാഗത്തുനിന്ന്. അത് കേട്ടതും വിഷ്ണു സത്യങ്ങളൊക്കെ തുറന്നു പറയാം എന്ന രീതിയിൽ എല്ലാം തുറന്നു പറയാമെന്ന് വിചാരിച്ച് അമ്മയുടെ മുന്നിൽ എല്ലാം തുറന്നു പറയാമെന്ന തീരുമാനത്തിൽ വിഷ്ണു അങ്ങനെ നോക്കുമ്പോൾ വിഷ്ണുവിന്റെ തൊട്ടുമുന്നിൽ നിന്ന് കാർത്തിക വളരെ ഗൗരവത്തോടെ വിഷ്ണുവിനെ നോക്കി ഭയത്തോടെ. തനിക്ക് കുറച്ചു മുൻപ് തന്നെ രാവിലെ തന്റെ മുന്നിൽ ഭീഷണി ഉയർത്തിയ കാർത്തികയുടെ വാക്കുകൾ വിഷ്ണു ഓർമ്മിച്ചു. ഇനി ആരോടെങ്കിലും വിഷ്ണുവിന് സത്യം പറയണമെന്ന് തോന്നിയാൽ വിഷ്ണുവേട്ടൻ പറഞ്ഞു, ഞാൻ തടയില്ല. പക്ഷേ പിന്നെ ഈ കാർത്തികയെ വിഷ്ണുവേട്ടൻ ഇവിടെ കാണില്ല എന്നും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് എവിടെയാണോ അവിടെ തന്നെ ഈ കാർത്തിക ഉണ്ടാകുമെന്നും ആ പാറക്കെട്ടിന് മുകളിലായിരിക്കില്ല, ആ താഴ്വാരത്തായിരിക്കും എന്റെ ആത്മാവ് അവിടെ ഉണ്ടാകുമെന്നും എന്നൊക്കെ കാർത്തിക പറഞ്ഞ വാക്കുകൾ വിഷ്ണു ഓർമ്മിച്ചു. അതുകൊണ്ട് തൽക്കാലം അമ്മയോട് സത്യം തുറന്നു പറയണ്ട എന്ന് വിഷ്ണു തീരുമാനിച്ചു. ഒന്നും മിണ്ടാതെ വിഷ്ണു എല്ലാം മനസ്സിലടക്കി അങ്ങനെ നിൽക്കുമ്പോൾ സത്യമ്മ പറഞ്ഞു, ശരി, നിന്റെ ഈ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇങ്ങനെ രാത്രി കാലങ്ങളിൽ ഭാര്യയെ വീട്ടിൽ തനിച്ചാക്കി ഇങ്ങനെ നീ യാത്ര പുറപ്പെടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് സത്യഭാമ വേഗം തന്നെ ആ ജോത്സ്യന്റെ ഫോണിലേക്ക് വീണ്ടും വിളിച്ചു. അദ്ദേഹം കോൾ എടുത്തതും സത്യഭാമ പറഞ്ഞു, തിരുമേനി, എന്റെ മകന്റെ വിവാഹം കഴിഞ്ഞു. അതുകൊണ്ട് ഒരു നല്ലൊരു മുഹൂർത്തം കണ്ടെത്തണം അവരുടെ ശാന്തി മുഹൂർത്തം നടത്താനായിട്ട് എന്ന് പറഞ്ഞതും ശരി, ഞാൻ നോക്കിയിട്ട് നാളെ തന്നെ അറിയിക്കാൻ സത്യാമേ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു. ഇത് കേട്ടതും വിഷ്ണുവും കാർത്തികയും വല്ലാതെ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നു.
പിന്നീട് വിഷ്ണുവിനെയും കാർത്തികയെയും റൂമിലേക്ക് പറഞ്ഞയച്ച് സത്യാമ്മ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ വിഷ്ണു ആകെ ഞെട്ടലോടെ കാർത്തികയെ നോക്കി. ഈ സമയത്ത് കാർത്തിക വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയതും കാർത്തികയോട് വിഷ്ണു പറഞ്ഞു, കാർത്തിക ഒരു കാര്യം കാർത്തിക മനസ്സിലാക്കണം, നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരല്ല എന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ. അമ്മ ഇതുപോലെയുള്ള പല കാര്യങ്ങളും സംസാരിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യും. പക്ഷേ പുറമെ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ അഭിനയിക്കേണ്ടി വരും. അത് തനിക്കറിയാവുന്നതാണല്ലോ. പക്ഷെ ഈ മുറിയിൽ നമ്മൾ എന്നും രണ്ട് അപരിചിതർ തന്നെയായിരിക്കും എന്ന് വിഷ്ണു പറഞ്ഞു. അത് കേട്ടതും കാർത്തിക ചോദിച്ചു, അല്ല വിഷ്ണുവേട്ടാ, ഈ ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും? അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതിന് ഒരു പോംവഴി നമുക്ക് ഉടനെ കണ്ടെത്തണം. പക്ഷേ താൻ എന്റെ ഭാര്യയാണെന്നാണ് ഇവിടെയുള്ള എല്ലാവരുടെയും വിശ്വാസം. ആ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം നമ്മൾ ഓരോന്നും ചെയ്യാൻ. അല്ലെങ്കിൽ അവർക്കിടയിൽ സംശയമുണ്ടാകും. ശാലിനിയുടെ അനുജത്തി ശ്യാമയ്ക്കും എന്റെ അനുജൻ വിഷ്ണുവിനും എന്തെങ്കിലും രോഹിത്തിനും എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഈ പ്ലാനിങ്ങും പദ്ധതിയും ഒക്കെ വെറുതെയായി പോകും എന്ന് വിഷ്ണു കാർത്തികയോട് പറയുന്നത് അതുവഴി പോകുന്ന ശ്യാമ കേൾക്കാനിടയാകുന്നു. കാർത്തികയോട് നമ്മുടെ ഈ പദ്ധതി എന്ന് പറഞ്ഞത് കേട്ട് വിഷ്ണുവിന്റെ ആ വാക്കുകൾ കേട്ട് ശ്യാമയ്ക്കാകെ സംശയമായി. അപ്പോ വിഷ്ണുവേട്ടനും ഈ പെൺകുട്ടിയും തമ്മിൽ വിവാഹിതരായിട്ടില്ല. വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഒരു നാടകം എന്നൊക്കെ പറയുന്നത്, ഈ ഒരു പ്ലാനിങ് എന്നും പദ്ധതി എന്നൊക്കെ പറയുന്നത് മനഃപൂർവ്വമാണ് എന്ന് ശ്യാമയ്ക്ക് മനസ്സിലാവുന്നു. ഇതിന്റെ പിന്നിൽ മറ്റെന്തോ കള്ളക്കറിയുണ്ട്. കുഞ്ഞേച്ചിയെ മറച്ചു വെക്കുന്നത് പോലെ വിഷ്ണുവേട്ടനും എന്തോ ഒരു സത്യം മറച്ചു വെക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തിയേ തീരൂ. എങ്ങനെയും വിഷ്ണുവേട്ടന്റെ നാവിൽ നിന്ന് അത് അറിയാൻ കഴിയുമോ എന്ന് നോക്കാം എന്നാലോചിച്ച് വീണ്ടും അവിടെ നിൽക്കുമ്പോ വിഷ്ണു കാർത്തികയോട് പറഞ്ഞു, കാർത്തിക, നമ്മൾ പുറത്തിറങ്ങുമ്പോ വളരെ സ്നേഹം നിറഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ നന്നായിട്ട് അഭിനയിക്കേണ്ടി വരും. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ പലരും പല കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾക്ക് താല്പര്യമില്ലാത്തതാണെങ്കിൽ പോലും അതിനെല്ലാം ചെവി കൊടുക്കേണ്ടതായും വരും. എന്തായാലും തനിക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നേക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ശാലിനിയുമായിട്ടുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. ശാലിനിയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കുകയാണ്. ഉടനെ തന്നെ അതിനുള്ള ഉത്തരം എനിക്ക് കണ്ടെത്താൻ കഴിയും എന്ന് വിഷ്ണു അവിടെ ഇരുന്ന കാർത്തികയോട് പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് കാർത്തിക ശരിയെന്ന രീതിയിൽ തലകുലുക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന ശ്യാമയുടെ കാതുകളിലേക്ക് വിഷ്ണുവിന്റെയും കാർത്തികയുടെയും സംഭാഷണം കൃത്യമായി എത്തിച്ചേർന്നു. അവരുടെ ആ സംസാരത്തിൽ നിന്ന് വീണ്ടും ശ്യാമയുടെ മനസ്സിലെ സംശയത്തെ ഊട്ടിയുറപ്പിക്കും വിധം വിഷ്ണു ഇതുകൂടി പറഞ്ഞതോടെ ശാലിനിയെ ഒരിക്കലും വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവില്ലെന്നും എന്റെ കുഞ്ഞേച്ചി ഇല്ലാതെ വിഷ്ണുവേട്ടന് ജീവിക്കാനാവില്ലെന്നും വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഒരു നാടകമാണ് നടത്തിയിരിക്കുന്നതെന്നും ഇവിടെ വന്നിരിക്കുന്നത് വിഷ്ണുവിന്റെ യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ വിഷ്ണുവേട്ടൻ താലി കെട്ടിയ ഭാര്യ വിഷ്ണുവേട്ടന്റെ ഭാര്യ അല്ല എന്നുള്ള കാര്യം ഇതിൽ നിന്ന് എനിക്ക് വ്യക്തമായി കഴിഞ്ഞുവെന്ന് അവരുടെ സംഭാഷണം കേട്ടെന്ന് ശ്യാമ മനസ്സിലാക്കുന്നു.